കൃഷ്ണ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പച്ചക്കൊഞ്ച് തീയൽ വെക്കാൻ പോവാണ്. അതിന് നമുക്ക് ഇത്രയും പച്ചക്കൊഞ്ചുണ്ട്, നമുക്കതൊന്ന് ക്ലീനാക്കി എടുക്കാം. നമ്മുടെ കൊഞ്ചിന് വേണ്ടി ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി, 10 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 2 കഷ്ണം കുടംപുളി, 1 മുരിങ്ങയ്ക്ക, ഒരു 100 ഗ്രാം ചേന. കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ ചേന കഷ്ണം ഇടാം. പച്ചമുളക്, ഉള്ളി ഞുറുക്കിയതിടുക. ചെറിയ ഉള്ളി, തക്കാളി നമുക്കൊന്ന് ഞുറുക്കിയിടാം. ചെമ്മീൻ കൊഞ്ച് കറിക്ക് ഇച്ചിരി കുടംപുളി ഇട്ടും കൂടെ വെക്കണം, തക്കാളി ഉണ്ടെങ്കിൽ. അതിന് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിരുന്ന ഞാൻ അതൊഴിക്കുക. ഒരു ടീസ്പൂൺ ഉപ്പിടുന്നു. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, ഈ പുളി നമുക്ക് പിന്നീടിടാം. ക്ലീനാക്കി വയ്ക്കാം. ഇത് ഒരു വിസിലടിച്ചാൽ മതി, വേവും. നമ്മൾ പച്ചക്കൊഞ്ച് ക്ലീനാക്കി അത് നമ്മളൊന്ന് അടുപ്പിലോട്ട് വെക്കുക. ചട്ടിയിലിട്ട് അടുപ്പിലോട്ട് വെക്കുക. പച്ചക്കൊഞ്ച് ക്ലീനാക്കുമ്പം ഇതിൻ്റെ നടുകെ കീറി ഒരു ചെറിയ നാരുണ്ട്, അതെടുത്ത് കളയണം. അത് കളഞ്ഞ് വൃത്തിയാക്കി വേണം എടുക്കാൻ. ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടുപ്പിൽ വെച്ച് വേവിക്കുക. ഒരു ഞുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക അതിൻ്റെ കൂടെ. ബാക്കി നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. കൊഞ്ചൊന്ന് തിളക്കട്ട് ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് കൊഞ്ച് തീയലിന് കടുക് താളിക്കാൻ ചീഞ്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അത് കറണ്ടില്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ച് തേങ്ങ അരച്ച് വെച്ചതാണ്, വറുത്തരച്ച് വെച്ചിരിക്കുകയാണ്. 3 മാസമായ സാധനമാണ്, ഇതൊരു കേടുവാകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് ചെയ്യുമ്പോൾ ഇനി ഒന്ന് കാണിക്കാമെന്ന്. ചെയ്യുമ്പോൾ ഞാനത് കാണിക്കാം. പക്ഷെ ഞാൻ ഇതിൽ നിന്നാണ് ഇപ്പം വെളിച്ചെണ്ണ ഊറ്റിയെടുക്കാൻ പോകുന്നത്. വറക്കുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വറക്കുന്നതുകൊണ്ടാണ് ഇത് മഞ്ഞ കളറായിട്ടിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. 1 സ്പൂൺ കടുക്, ഒരു 4-5 ഉലുവ ഇടുന്നുണ്ട്. ഒരു 4 കഷ്ണം ചെറിയുള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക് മുറിച്ചത്, നമ്മുടെ ഉള്ളി ഇവിടെ മൂക്കാറായി. കരിവേപ്പില ഇടുക, 2 തട്ട് കരിവേപ്പില. നമ്മുടെ കൊഞ്ചിവിടെ
ഇഞ്ചി വെന്തതിനകത്തോട്ട് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ടിടുക. ഉള്ളിയും ചേനയും മുരിങ്ങക്കോലും എല്ലാം കൂടെ. ഈ കടുക് താളിച്ചതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ചെറുതായിട്ടൊന്ന് ചൂടാകണം. ഞാൻ ഈ അരച്ച് വെച്ച തേങ്ങയിൽ ഒരു 2 സ്പൂൺ തേങ്ങ അതിനകത്തിടാം. ഒരുപാട് വേണ്ട അരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട്. ഇത്രയും മതിയാവും. നമ്മൾ 2 കഷ്ണം പുളി എടുത്ത് വെച്ചിരുന്ന് അത് ഇടുക അതിനകത്തോട്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കടുക് വറുത്ത് തയ്യാറാക്കി വെച്ചിരുന്ന അതും കൂടെ അതിനകത്ത് ഇടുക. ഒന്നിച്ച് തിളക്കുക. നമ്മൾ കൊഞ്ച് തീയൽ വെക്കുമ്പം ചേനയും മുരിങ്ങക്കോലും ഉറപ്പായിട്ടും വേണം. നമ്മുടെ തീയൽ ഇവിടെ തയ്യാറായി. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.